മായ്ക്കാൻ വരട്ടെ കുഞ്ഞാച്ചി. ഞാൻ ആദ്യം കള്ള താടിയെ പോയി ഒന്ന് കൊല്ലട്ട്, എന്നിട്ടാവാം മായ്ക്കണ കേസ കേട്ടാ. മോനൂട്ടാ, നീ ആവശ്യമില്ലാത്തൊന്നും ചെയ്യല്ലേ. നിന്നെ അവിടെ കൂടെ അങ്ങനെ ഒരുമിച്ച് വെച്ചോണ്ട് നടക്കണ്ടമായി. ആ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ എന്തൊന്നും ആലോചിച്ചോണ്ടിരിക്കണോ? ഒന്നുമില്ല. നിനക്ക് ടെൻഷനൊന്നുമില്ലല്ലോ അല്ലേ? ടെൻഷനൊന്നുമില്ല. എന്നാ ടെൻഷൻ ആവണം. എംഎൽഎയുടെ മോളെ ഒന്ന് വിളിച്ചോണ്ട് പറഞ്ഞു. അടി ഏത് വഴി വരുമെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ അവളെ വിളിച്ചാ പറഞ്ഞിരിക്കാന്ന് പറഞ്ഞു. ഇറങ്ങിക്കാന്ന് പറഞ്ഞ ഞാൻ സനുവിനൊന്ന് വിളിക്കട്ടെ. ഹലോ എടക്കെങ്ങി, നീ എവിടാടാ? നിങ്ങൾ അവളെ എങ്ങനെ കൊണ്ടുവരാൻ പോണത്? പെൺകുട്ടി സ്കൂട്ടർ ഉണ്ട്, അതിൽ കൊണ്ടുവരാം. സ്കൂട്ടറിൽ എങ്ങനെയാടാ 3 പേര്? സ്കൂട്ടറിൽ എങ്ങനെ കൊണ്ടുപോകണം? നടക്കിരുത്തി കൊണ്ടുപോകോ? അതൊക്കെ നമ്മൾ കൊണ്ടുവരാം. ആരും ചോദിക്കുകയാണെങ്കിൽ കുഞ്ഞമ്മയുടെ മോളെന്ന് പറയാം. ആ, കുഞ്ഞമ്മേരെ മോളാണെന്ന് പറഞ്ഞാൽ പിന്നെ എത്ര പിള്ളടിച്ചാലും കുഴപ്പമില്ലല്ലോ. ഞാൻ 2 ദിവസമായിട്ട് ആലോചിക്കുകയാണ്. നമുക്ക് ഈ റിലേഷൻ വർക്കാവും തോന്നുന്നില്ല. ഞാൻ കല്യാണത്തിൽ നിന്ന് പിന്മാറുവാണ്. പഴയ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഒരിക്കൽ തെറ്റിയാ ഇനി തിരിച്ചു വരാൻ പറ്റില്ല കേട്ടോ. എടാ എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച. എടാ ഇത് പാർവതിയോ അവളുടെ സഹോദരനോ അറിഞ്ഞാ എന്താവും നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ തീർന്നടാ. സാധനങ്ങളൊന്നും വാങ്ങിയില്ലേ? അത് ഞാൻ മറന്നുപോയി, നാളെ പഠിക്കാം. ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനുചേട്ടാ, ഇത് നിങ്ങൾ ഉപയോഗിക്കുന്ന പൗഡറിന്റെ മണമല്ലേ? ലാവൻഡർ പെർഫ്യൂം ഒക്കെ ആരെങ്കിലും ഉപയോഗിക്കുമോ? പെർഫ്യൂം എന്തിനാ യൂസ് ചെയ്യുന്ന? യാർലി. ഈയിടെ നല്ല മണമാണല്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്മെല്ല. ഇനി മുതൽ എനിക്ക് ഇത് കഴിക്കണ്ടേ മോളെ? ഇതെന്ത് ഭയങ്കര ഉപ്പ്. അയ്യോ, ഉപ്പോ? ഞാൻ വേറെ എടുക്കാച്ചാ. നിനക്ക് ഒന്നും തോന്നില്ലടാ. ഉയിര് കിടക്കണം, അതിനെന്തെങ്കിലും കഴിക്കണം. അതിനെന്തോന്ന് രുചി, എന്ത് ഇഷ്ടം. ചേട്ടാ, ചേട്ടാ, കിടക്കട്ടെ? എന്തോന്നപ്പാ പോയി കിടക്കാൻ നോക്കടാ. അല്ലെ വയസ്സ് നോക്കത്ത് പിന്നെ ആരും കാണൂല. ചേട്ടാ, ഇന്നേ ഇത്തിരി നേരത്തെ വരാൻ പറ്റുമോ? മറ്റേ ബൊട്ടീക്കിലെ മീറ്റിംഗ് പറഞ്ഞിരുന്നില്ലേ, അത് ഇന്നാ. ഞാൻ എന്തിനാ? നീ ഒരു കാര്യം ചെയ്യാം, അച്ഛനെ വിളിച്ചോ. അൽഷിമേഴ്സ് വന്ന് അച്ഛനെ വിളിച്ചോണ്ടോ? നീ എന്തോന്ന് പൊട്ടകടാ. എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം. അവൾ ഈ ഓരോരോ കാര്യങ്ങളും വന്ന് നിന്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നത് നിന്നെ അവൾ പരിഗണിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം. എടാ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിന്നെ പോലെ ഹാപ്പി മാരേജ് ലൈഫ് എന്നല്ലേ എനിക്കിപ്പോഴും ഐശ്വര്യം മറക്കാൻ പറ്റുന്നില്ലടാ. നഷ്ടപ്രണയം കോപ്പാണ്. എടാ കയ്യിലുള്ളത് കളഞ്ഞിട്ട് കിട്ടാത്തതിനെ പോയി നോക്കിയിട്ട് കാര്യമില്ല. നീ ആദ്യം ചെയ്യേണ്ടത് നിന്റെ ഭാര്യയ്ക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ഒന്ന് ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. പിന്നെ ഈ പറഞ്ഞ ഈ ഹാപ്പി മാരേജ് ലൈഫും കാര്യങ്ങളൊക്കെ അങ്ങ് ഉണ്ടായിക്കോളും. മാം ഒരു സെക്കൻഡേ. ഹലോ അനുചേട്ടാ, ഞാൻ മറ്റേ മീറ്റിംഗ് പറഞ്ഞിരുന്നില്ലേ തമ്പുരാമുക്ക് കേക്ക് വേൾഡില്?
ഇവിടെയോ? ഒരു മിനിറ്റ്. എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. അഞ്ചേട്ടാ, ആ ഞാൻ വരുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അഞ്ചേട്ടാ ഇരിക്കാൻ ചേട്ടാ. മാം, ഇത് അനു എന്റെ ഹസ്ബൻഡാ. ചേട്ടാ ഇതാ ഞാൻ പറയുന്നത് മാം. ഹായ്, എന്താ ഓർഡർ? പാർവതിക്ക് എന്താ വേണ്ടേ? ഒരു മാംഗോ ജ്യൂസ്. ഒരു മാംഗോ, 2 ക്യാപ്പിച്ചിനോ. പാർവതി, കമ്പനിയുടെ ഫ്രാഞ്ചൈസിയുടെ കാര്യമല്ലേ, അത് നമുക്ക് ഓക്കെ ആക്കാം. ആണോ? വരട്ടെ. അയ്യോ, കോഫി കുടിച്ചില്ലല്ലോ. സാരമില്ല, നമുക്ക് വേറെ ദിവസത്തേക്ക് നമുക്ക് സെറ്റാക്കാം. അയ്യോ. അനുചേട്ടനൊരു കാര്യം നോട്ട് ചെയ്തോ? അനുചേട്ടൻ ഉപയോഗിക്കുന്ന അതേ പെർഫ്യൂം അവർ യൂസ് ചെയ്യുന്നത്. അനുചേട്ടൻ ഐശ്വര്യ നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ? ക്യാപ്പിച്ചിനോ ഓർഡർ ചെയ്തില്ലേ? അതും നിനക്കല്ലേ ഞാൻ ഓർഡർ ചെയ്തത്. എന്നിട്ട് അത് പാർവതി വിശ്വസിച്ചോ? എനിക്കപ്പോ അങ്ങനെ പറയാറുണ്ട്. നീയേ അതെ, നീ ഇപ്പൊക്കെ നടിച്ചേ. എടാ എന്തോന്നടാ മൂടോ? എനിക്ക് എന്തെങ്കിലും ഒരിക്കൽ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ. എടാ അതിനാണോ നിനക്ക് അവിടെ ബൊട്ടീക്കിന്റെ ഐഡിയ അറിയില്ലേ? എടാ അതിന് സെർച്ച് ചെയ്ത് അവിടെ പ്രൊഫൈൽ ഇട്ടില്ലേ? നോക്കാണ്ട് നീ ആദ്യം ഇതൊന്ന് പിടിച്ചേ. ഇതാണല്ലേ ആ കുട്ടിയുടെ പ്രൊഫൈല്? കൊള്ളാല്, വിളിച്ചു നോക്കിയ? എപ്പോഴെങ്കിലും വിളിക്കണം. ഇതാ വിളിക്കണമെങ്കിൽ ഇതാ ഇതിൽ ഞെക്കിയാൽ മതി. കോള് വന്നടാ. കട്ടൊന്നും ഹാങ് ആവണ്ട. സ്വിച്ച് ഓഫ്, സ്വിച്ച് ഓഫ്, സ്വിച്ച് ഓഫ്. എനിക്ക് അറിഞ്ഞൂടാ. ഹലോ ഹലോ. മോളെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ. വെള്ളം. മോളെ, എന്താപ്പാ? അനുവിന് വേറൊരു ബന്ധമുണ്ട് കേട്ടാ. എന്താപ്പാ പറഞ്ഞേ? എന്താപ്പാ പറഞ്ഞേ? അപ്പാ എന്താ പറഞ്ഞേ? അവന് ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ട് മോളെ. അപ്പനെന്താ അങ്ങനെ തോന്നാൻ? അവൻ എന്റെ മോനല്ലേ. അനുചേട്ടൻ ഐശ്വര്യ നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ? ക്യാപ്പിച്ചിനോ ഓർഡർ ചെയ്തില്ലേ? അതും നിനക്കല്ലേ ഞാൻ ഓർഡർ ചെയ്തത്. എനിക്കൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. സുഖം തന്നെ നിങ്ങൾക്ക്? എവിടെ പോകുന്നു? ഒരു കുഞ്ഞോടെ ഞാൻ പറഞ്ഞത് ഇയാൾ എന്നെ പറഞ്ഞില്ലേ? അടി ഒരു കാര്യം ചെയ്യും, ഇവിടെ റെസ്റ്റ് ചെയ്യും, ഞാൻ ഓഫീസിൽ പോയിട്ട് വൈകിട്ട് കാണണം കേട്ടാ. അങ്ങളെ മറയ്ക്കുള്ള മരുന്ന് കഴിക്കാറുണ്ടാ? നിന്റെ പഴയ ഉടായ്പൊന്നും തീർന്നില്ലേടേ? ഓ, അമ്മയ്ക്കൊന്നും ഒരു ഗുരുവില്ല അല്ലേ? ഓ, എനിക്ക് ഭയങ്കര വിശപ്പ് കേട്ടാ.
മുടിഞ്ഞ വെയിറ്റ്. ഇത് ഉരുട്ടിക്കൊണ്ട് പോയായിരുന്നു. ഞാൻ അവിടെ നിന്ന് ചോദിക്കൊണ്ടാ വന്നത്. നീ എന്നെ ഞാനിപ്പോ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്. നിനക്കറിയാലോ, നാട്ടിലാണെങ്കിൽ നിന്ന് തിരിയാൻ പറ്റാത്ത സമയവും. മാത്രമല്ല, അമ്പലമുക്ക് നിമ്പോളി ഫാൻസ് അസോസിയേഷന്റെ പ്രീമിയർ മെമ്പറാണ് ഇപ്പൊ ഞാൻ. ബേബികള് പോയി. പക്ഷെ സർവമായ 150 കോടി. ഏത് 150 കോടി? അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ശരി, അത് വിട്. എന്തായാലും ഞാൻ ഒരു 4-5 ദിവസമൊക്കെ കാണും. 2 പാത്രമായി കൈ തരാം. അല്ലെങ്കിൽ നീ എന്തിനു വിഷമിക്കണം? വോട്ട് പുല്ലെന്ന് പറഞ്ഞ കളഞ്ഞിട്ട് വീട്ടിൽ വാടി. നിന്റെ ഇവിടെ വിടല്ലേ ഇത്? അങ്ങനെ കളഞ്ഞിട്ട് വരാനായിരുന്നെങ്കിൽ എന്നേ ആവായിരുന്നടാ. പക്ഷെ എനിക്കറിയണം ഞാൻ എത്രത്തോളം ഈ റിലേഷനിൽ സീരിയസ് ആണ്. എന്നിട്ടേ ഞാനൊരു തീരുമാനം എടുക്കും. അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ആദ്യം എനിക്ക് അവളൊന്ന് കാണാം. ഹലോ, ഞാൻ രാഹുലാണ്. നമുക്ക് കുറച്ച് വനിതാ കൊണ്ടുള്ള സെറ്റ് ചെയ്യണം. പിന്നെ പെണ്ണിനെ അടിക്കാൻ ആണുങ്ങളെ സെറ്റ് ചെയ്താൽ വേണ്ട വിഷയമാവും. നടക്കത്തില്ല. ഞാനിപ്പോ അവിടെ വരുന്നുണ്ട് കേട്ടോ. നീ കട്ട് ചെയ്തു. കുറ്റം പറയാൻ പറ്റൂല. എന്തോന്നത്? ക്യാഷ് ആണോ കാർഡാണോ? കാർഡാണ്. ഷെടാ, വലിയ ശല്യമായല്ലോ. എന്താ? കുറച്ച് കുറേ ദിവസമായിട്ട് മെസ്സേജ് ഒക്കെയാ. ഞങ്ങോട്ട് വരട്ടെ. അനുചേട്ടാ, അവൻ മറക്കണ്ട, നമുക്ക് നാളെ വീട്ടിൽ വെച്ച് മീറ്റ് ചെയ്യാം. നീ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? അവള് വിളിച്ചായിരുന്നു. ആര്? ഐശ്വര്യ. നിന്റെ എക്സ് ലവറാ? എന്നിട്ട് അവളെ വീട്ടിലോട്ട് വിളിച്ചു. നമുക്കത് വിശദമായിട്ട് സംസാരിക്കാം. ചേട്ടാ, ആരാ അവിടെ? മോളെ അനുവാടി. കുടിക്കാൻ ചായ വല്ലതും എടുക്കേ? ഇവിടെ കുടിക്കാൻ തരുമോ? പെങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? അവക്കെന്ത് ബുദ്ധിമുട്ട്? അവള് കിടക്കയില്ല ഈ സമയത്ത്. അവളെപ്പോഴും കിടപ്പിലാടാ. മോളെന്താ കഞ്ഞി കുടിക്കാത്ത? എനിക്ക് വേണ്ട. കുറച്ചെങ്കിലും കഴിക്കും. വേണ്ടാത്തോണ്ടാ. എന്ത് ചെയ്താ കഴിക്കും? ഗോസിപ്പ് പറയാവോ? നമ്മുടെ അനുല്ലേ, അവനവന്റെ എക്സിനെ കാണാൻ പോയിരിക്കും. എന്നിട്ടെന്താ, അവന്റെ വൈഫ് പോലും അറിഞ്ഞിട്ടില്ല. അയ്യോ, അത് തെറ്റല്ലേ? തെറ്റാണ്. അതിപ്പോ ഞാനാണ് എന്റെ പഴയ കാമുകിയെ കാണാൻ പോകുമെന്ന് പറഞ്ഞാൽ മോള് സമ്മതിക്കും? കൊല്ലും ഞാൻ. ഒരു ചേട്ടാ, ലാവൻഡർ ഫ്ലേവർ ഉണ്ടോ? ആ, അനുചേട്ടൻ വാ, അകത്തേക്ക് വാ. അനുചേട്ടൻ എന്താ കുടിക്കാൻ വേണ്ടേ? വെള്ളം എന്തെങ്കിലും ഉണ്ടോ? ഹോട്ടായാല. ഡ്രിങ്ക്സ് യൂസ് ചെയ്യും. ഞാൻ അബ്രോഡ് അല്ലേ, ഇടയ്ക്കൊക്കെ. എന്ത് കിട്ടിയാണ്? ഇതാ കുടിക്കും. അനുചേട്ടൻ ഓക്കെ അല്ലേ? കുഴപ്പമില്ല. അനുചേട്ടൻ ഓക്കെ അല്ലേ? പണ്ടും അനുചേട്ടൻ ഇതുപോലെ തന്നെ ആയിരുന്നു. എന്നെ കാണുമ്പോൾ ഒരു വിറയില്ല, എപ്പോഴും ഒരു മാറ്റവും ഇല്ല. ഇനി ആ കാലങ്ങളൊന്നും തിരിച്ചു വരത്തില്ലല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ലൈഫിൽ ഹാപ്പിയാണോ? എനിക്ക് തോന്നിയിരുന്നു. അനുചേട്ടൻ നമുക്ക് കല്യാണം കഴിച്ചാലോ? അല്ല, ഞാനും സെപ്പറേറ്റഡ് ആണ്,
പിന്നെ അനുചേട്ടന് കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം വലിയ കുഴപ്പമില്ലാണ്ട് പോകും. നമുക്ക് അബ്രോഡ് പോയി സെറ്റിൽഡ് ആകാം. അല്ല, വീട്ടിൽ അച്ഛനുണ്ട്. അച്ഛന് അശ്വിനി സെക്കൻഡ് സ്റ്റേജ് എന്നല്ലേ പറഞ്ഞേ? ഇപ്പൊ പിന്നെ ഓൾഡ് ഏജ് ഹോമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ട്രീറ്റ്മെന്റും അങ്ങനെയൊക്കെ ആയിട്ട് പോയില്ലേ. അപ്പാ വെള്ളം. മോളെ എന്താ അപ്പാ? അച്ഛൻ എങ്ങോട്ട് പോവാ? ഞാൻ പിന്നെ വരാം. പാറു, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ബെഡ്റൂമിൽ ഇത് എടാ പാറു, എന്നോട് ക്ഷമിക്കണോടാ. എടാ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഭാര്യയായിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടില്ലടാ. കുഴപ്പമില്ല ചേട്ടാ, സാരമില്ല. മോളെ കുഴപ്പമൊന്നുമില്ല. നീ എന്നെ എൻ്റെ അച്ഛനെ നീ പൊന്നുപോലെയാണ് നോക്കുന്നത്. എന്നിട്ട് വരും ഞാൻ നീ എന്നോട് ക്ഷമിച്ചെന്ന് പറഞ്ഞേനെ പറ്റൂ. നീ എന്നോട് ക്ഷമിക്കണോ? എന്നോട് ക്ഷമിക്കണോ? ഞാൻ ക്ഷമിച്ചു, പ്രശ്നമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അനുചേട്ടന് ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? മോനെ അനു, അപ്പനൊന്നും ഓർമ്മയില്ലടാ, വഴി മറന്നു. എന്താന്തോ ഉറക്കം വരുന്നു. അളി അവിടെ നിന്ന് അളിയ ഫുഡൊക്കെ കഴിച്ചായിരുന്നാ? നേരം ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാറുണ്ട? അളിയൻ ഐശ്വര്യക്ക് മെസ്സേജ് അയക്കാറുണ്ടല്ലേ? ഇനി തൊട്ട് മെസ്സേജ് അയക്കണ്ട കേട്ടോ, തലയിലാവും. മോളെ, ചേട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. മോളെ, ആ ടവലെങ്ങെടുത്തേ.